അയ്യപ്പ ഭക്തന്മാരെ സന്നിധാനത്ത് എത്തിക്കുന്ന ട്രോളി ചുമക്കുന്ന 1500 തൊഴിലാളികളോട് ദേവസ്വം ബോർഡിന് തികഞ്ഞ അവഗണന. ഭാരം ചുമക്കുന്ന കഴുതയുടെ വില പോലും ദേവസ്വം ബോർഡ് നൽകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. സ്വന്തം അന്നത്തിനു വേണ്ടി മനുഷ്യനെ ചുമക്കുന്ന മനുഷ്യരാണിവർ. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മല കയറാനാകാത്തവരെ ഇവർ ഡോളിയിലിരുത്തി ചുമന്ന് സന്നിധാനത്തെത്തിക്കും. അയ്യപ്പന്മാരെ തിരിച്ച് പമ്പയിലേക്കും ഇവർ ചുമന്നുകൊണ്ടുപോകും. കീഴ്ക്കാംതൂക്കായ ഇറക്കവും കയറ്റവും ഇവർ താണ്ടണം. വലിയ വളവുകളും. ഇടതടവില്ലാതെ നീങ്ങുന്ന അയ്യപ്പ ഭക്തർ ഇവർക്കിടയിലൂടെ തട്ടാതെ മുട്ടാതെ ഡോളി ചുമക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. സ്വന്തം ജീവൻ അവഗണിച്ചും ഡോളിയിലിരിക്കുന്ന അയ്യപ്പന്റെ സുരക്ഷിതത്വത്തിനാണ് ഇവർ പരമപ്രാധാന്യം നൽകുന്നത്. കഴുതകൾ ഭാരം ചുമക്കുന്നതിന് സന്നിധാനത്ത് വിലക്കുണ്ടെങ്കിലും കഴുതകളെപ്പോലെ മനുഷ്യനെ ചുമക്കുന്ന ഈ മനുഷ്യജീവികളോട് ദേവസ്വം ബോർഡിന് തെല്ലും കരുണയില്ല. രാത്രി തങ്ങാൻ ഇവർക്ക് ഇടം നൽകാറില്ല. ഡോളി വയ്ക്കാൻ സ്ഥലവും നൽകില്ല. തളർന്ന് എവിടെയെങ്കിലും തലചായ്ച്ചാൽ പോലീസുകാരുടെ പീഡനമായി. യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. അതായത് ഒരു പണിക്കാരായിട്ട് അങ്ങ് ഇരിക്കുന്നില്ല. അവർ 100 രൂപ വാങ്ങിച്ച് കാർഡ് തരുന്നു, 2 മാസം ഒരു കൊല്ലമോ പണിയുന്നു. ഇത്രയേ ഉള്ളൂ അവരുടെ ബാധ്യത തീരുക. ഞങ്ങൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ദേവസ്വം ബോർഡിന്. ഞങ്ങൾക്ക് ജോലി ടോളിയിൽ ഒതുക്കി വെക്കാനുള്ള സമയമൊന്നുമില്ല. ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സൗകര്യമില്ല. നമ്മൾ പോയി മടുത്ത് പോയി എവിടെയെങ്കിലും കിടന്നാൽ ഉടനെ ഓടിച്ചു വിടും പോലീസുകാർ. അവിടെ കിടക്കുന്നത് ഇവിടെ കിടക്കുന്നു പറഞ്ഞു. പീരുമേട് താലൂക്കിൽ നിന്നുള്ളവരാണ് ഡോളി ചുമക്കുന്നവരിൽ അധികവും. തമിഴ്നാട്ടിൽ നിന്നുള്ളവരും മറ്റ് സ്ഥലങ്ങളിലുള്ള മലയാളികളും ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആകെ 350 ഡോളികളിലായി 1500ഓളം തൊഴിലാളികളാണുള്ളത്. 3400 രൂപയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള അംഗീകൃത റേറ്റ്. തൊഴിലാളികൾക്ക് ആനുകൂല്യമൊന്നും ചെയ്യില്ലെങ്കിലും ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് ഓരോ ട്രിപ്പിൽ നിന്നും 200 രൂപ ഫീസിനത്തിൽ പറ്റാൻ ദേവസ്വം ബോർഡിന് ഒരു മടിയുമില്ല. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ നിതിൻ നന്ദിയോടിനൊപ്പം ബിജു ഗോപിനാഥ്, ന്യൂസ് 18.